എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു ഫേസ് പാക്കുമായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന, ബോയ്സിനും ഗേൾസിനും ഒക്കെ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു അടിപൊളി കിടിലനൊരു ഫേസ് പാക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം എൻ്റെ ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരിക്കും, ഓ ഇവർക്ക് ഇതേ ഉള്ളോ പരിപാടി, വെളുപ്പിക്കല് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, നമുക്ക് താല്പര്യമുള്ളവർ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കുന്നതൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ഡള്ളായിട്ടിരിക്കുകയാണ്, ഒന്ന് ടാൻ അടിച്ചിരിക്കുകയാണെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു ഫേസ് പാക്ക് ആണിത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തേക്കുന്നത് എല്ലാവരും ചെയ്തതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്ത് നോക്കിയപ്പം ഒന്നും കൂടി റിസൾട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കരുതിയത് നിങ്ങളിലേക്കും കൂടി ഒന്ന് എത്തിക്കാം എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ രീതിയിലുള്ള കുഞ്ഞു പാചക രീതികളും പിന്നെ ഞാൻ ചെയ്ത് പരീക്ഷിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ചെറിയ ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാനിതിലിടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ബെൽ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓൺ ആക്കി വെച്ചിരുന്നാൽ അതിനകത്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ എപ്പോൾ ചാനലിൽ വീഡിയോ ഇട്ടാലും അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നിങ്ങൾക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. കാരണം ഞാനിടുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ആവണമെന്ന് വന്നാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ യൂട്യൂബ് ചാനലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിന് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ റാഗിയാണ്. ഞാനിവിടെ നമുക്കൊരു സ്പൂൺ റാഗിയൊക്കെ എടുത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും തോനെയും റാഗി എടുത്തത്. പിന്നെ അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാല് കുറച്ചൊഴിച്ചാൽ മതി, കാരണം പാലൊക്കെ ഭയങ്കര കിട്ടാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ അല്ലേ. അതുകൊണ്ട് നമുക്ക് തോനെയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിനകത്ത് കട്ടയെല്ലാം നീക്കിയിട്ട് വേണം നമ്മൾ അതെടുക്കാൻ. കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് കുറുകുന്ന ഒരു ടൈപ്പ് സാധനമല്ലേ റാഗി. അപ്പം അതുകൊണ്ട് കട്ടയെല്ലാം നീക്കിയിട്ട് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കണം. ചെറിയ തീയേ ആകാവുള്ളൂ, അല്ലെങ്കിൽ ഇത് അങ്ങ് അടി പിടിക്കും. അതേ വെള്ളവും കുറച്ചേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ പൗഡറിന് വേണ്ടിയുള്ള ആ അളവിനുള്ള വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ചെറു തീ വേണം നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്ക് പരുവം എടുക്കുന്നതിനേക്കാളും ഒരു ഇച്ചിരിയും കൂടെ തിക്കായിട്ട് എടുക്കണം. എന്നിട്ട് ബാക്കി വന്നിരിക്കുന്ന കുറച്ച് പാലും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് കുറുക്കി ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ പാക്ക് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. ചൂടോടൊന്നും വാരി ആരും മുഖത്തിട്ടിട്ട് പിന്നെ മുഖം പൊള്ളിപ്പോയെന്നും പറയരുത്. അതുകൊണ്ട് നമ്മൾ ഈ പാക്ക് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം. നമ്മുടെ പാക്ക് ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഫേസിലേക്ക് ഇട്ടാലോ? അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് നനച്ച് കൊടുക്കുക. ഞാനിന്ന് കഴുത്തേലിടുന്നില്ല, ഫേസിൽ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം മാറ്റം ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ പാക്ക് നമുക്ക് ഫേസിലിട്ട് കൊടുക്കാം. ഞാൻ ഇന്നാണെങ്കിൽ കഴുത്തേലിടുന്നില്ല, നെക്കിലിടുന്നില്ല, ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കാരണം ഇത് നല്ല അടിപൊളി സൂപ്പർ കിഡിലൻ റിസൾട്ടാണ്. അപ്പോൾ ഈ കഴുത്തേലും മുഖത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നെക്കിലിടുന്നില്ല, ഫേസിൽ മാത്രമേ ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നനച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് പാക്കാണെങ്കിലും നമ്മുടെ മുഖത്തേക്ക് തേച്ച് കൊടുക്കുക. ഇത് ഈ റാഗിയുടെ ആവുമ്പം പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ മുഖത്ത് നല്ല തണുപ്പാണ്. ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേന് എന്ത് സുഖമാണെന്നറിയാവോ. പക്ഷേ ഇത് പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ഇച്ചിരി താമസമുണ്ട്. പെട്ടെന്ന് അങ്ങ് ഉണങ്ങി പിടിക്കത്തില്ല. നമ്മളിങ്ങനെ കുറുക്കിയും കൂടെ എടുത്തതും കൂടെ ആയതുകൊണ്ട് ഉണങ്ങി പിടിക്കാനൊക്കെ ഇച്ചിരി താമസമുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കൂടുതൽ വെക്കുന്നതായിരിക്കും നല്ലത്. വെച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഉണങ്ങി പിടിക്കും. പിന്നെ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് കാണാം. നമുക്ക് എന്നും ചെയ്യുന്ന പോലെ തന്നെ ഉണങ്ങിയ ഫേസ് പാക്ക് ആയതുകൊണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തൊട്ട് ആ ഫേസ് പാക്ക് ഒന്ന് കുതിർത്തിട്ട് നമുക്ക് പതുക്കെ റിമൂവ് ചെയ്തെടുക്കാം.
നല്ല സൂപ്പർ കിഡിലൻ റിസൾട്ടാണ് കേട്ടോ. ഞാൻ അന്തിച്ചു പോയി എന്ന് പറഞ്ഞാലും അന്തിച്ചു പോയി. ഞാൻ ആദ്യം ഒന്ന് ചെയ്തതാണ് എന്നാലും വീണ്ടും നിങ്ങളിലേക്കൊന്ന് രണ്ടാമതും കൂടി ചെയ്തപ്പോൾ അത്രയ്ക്ക് വീണ്ടും നല്ല അടിപൊളി റിസൾട്ട് തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിപ്പോയി കേട്ടോ. സൂപ്പർ റിസൾട്ടാണ്. നമ്മുടെ ഈ റാഗിയെ കൊണ്ട് യാതൊരുവിധ രക്ഷയുമില്ല. റാഗി മറ്റേ നമ്മളല്ലാതെ സാധാരണ രീതിയിൽ പച്ചക്കിടുന്നതിനേക്കാളും ഇതേപോലെ വേവിച്ചിട്ട് ഫേസിലിട്ടപ്പോൾ ഒന്നും കൂടെ റിസൾട്ട് കൂടുതലായിട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇന്നാൾക്ക് ഇതേപോലെ ഞാനിങ്ങനെ ഇത് ചെയ്തിട്ട് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് ഫേസിൽ എന്തോ ചെയ്ത്, എന്താണ്ട് ഫേഷ്യൽ ചെയ്തോ? നല്ലൊരു വെട്ടം തെളിച്ചമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇത് ചെയ്തിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയത്. വീണ്ടും ഞാൻ അടിപൊളി നമ്മുടെ ഒരു ഫേസ് ക്രീം തയ്യാറാക്കുന്നുണ്ട്, ഒരു വൈറ്റനിങ് ക്രീം. അത് പുറകെ വരുന്നുണ്ട്. അത് നല്ല സൂപ്പർ കിഡിലൻ റിസൾട്ട്, ഇതിനേക്കാളും കിഡിലൻ റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ഒരു ഫേസ് വൈറ്റനിങ് ക്രീമാണ്. അത് ഞാനിങ്ങനെ ചെയ്തു. ഞാനിങ്ങനെ മുഖത്തൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് നല്ല ഒരു അഭിപ്രായം എനിക്ക് തന്നെ തോന്നുമ്പോഴാണ് ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വെറുതെ ഓരോന്ന് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് അത് ചിലപ്പോൾ അതിന് റിസൾട്ട് ഇല്ലെങ്കിൽ പറയത്തില്ലേ, ചുമ്മാതെ വ്യൂ കിട്ടാനും അല്ലെങ്കിൽ ലൈക്കിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മൾ ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു കണ്ടൻറ് ഉണ്ടാക്കി ഇടുവല്ല. ഞാൻ ഓരോന്ന് ചെയ്ത് പരീക്ഷിച്ച് എനിക്കത് നല്ല റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴാണ് ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയ്ക്ക് കോൺഫിഡൻ്റായിട്ട് ഞാൻ പറയുന്നത്. സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ റാഗിയൊക്കെ കാണുമല്ലോ. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ റാഗി ഇല്ലാതിരിക്കത്തില്ല. അപ്പം റാഗിയുടെ ഇത് വെച്ചിട്ട് കുറുക്കലുണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കായിട്ടുള്ളത് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ഒരു ശകലം ഒരു സ്പൂണോ 2 സ്പൂണോ എടുത്ത് മാറ്റിയിട്ട് അത് നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യേണ്ട രീതിയിലൊന്ന് ആക്കിയാൽ മതി. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ അത് കുറുകും, നല്ലതുപോലെ ഒന്നും കൂടെ കുറുകും. പിന്നെ നെറ്റിക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ടാൻ റിമൂവ് ആയിട്ടുണ്ട്. ഒരു ടാൻ റിമൂവൽ ഫേസ് പാക്കും കൂടാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ റിസൾട്ടാണ്. പാക്ക് പ്രിപ്പയർ ചെയ്യുന്ന രീതി, അത് ഫേസിൽ നിന്നും റിമൂവ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട്, ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു സൂപ്പർ കിഡിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.